അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ യാത്രയുടെ തുടക്കം കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. ബാംഗ്ലൂർ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിച്ചേർന്നു. ബാംഗ്ലൂരിൻ്റെ എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ താമസമുണ്ട്. അടുത്ത ഫ്ലൈറ്റ് കുറച്ച് താമസമുണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പോകും. അപ്പോൾ இந்த இடத்தில் வந்துட்டு രാമേശ്വരം ഇഡ്ഡലി സാപ്പിട്ടില്ലെങ്കിൽ അത് ரொம்ப മോശം തന്നെ. യാത്രയുടെ സവിശേഷത തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും വൈവിധ്യമായ കാഴ്ചകളുമൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എല്ലാം ഭക്ഷണത്തിലൊക്കെ നെയ്യിൻ്റെ അതിപ്രസരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്തായാലും കഴിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത യാത്രക്കുള്ള ഫ്ലൈറ്റ് എത്തി. ഇനി എന്തായാലും രാജസ്ഥാനിൽ വെച്ച് കാണാം. രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജയ്പൂരിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിവിടുത്തെ ഹോട്ടലായ അരീന ഹോട്ടലിലാണ് ഇന്നത്തെ രാത്രി താമസം. നാളെ രാവിലെ മുതലാണ് നമ്മളുടെ യാത്രകളൊക്കെ തുടങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പാക്കേജിൻ്റെ ഭാഗമാണ്. മറ്റതൊക്കെ നമ്മൾ ഓൺ ദ വേയിൽ കഴിക്കേണ്ടി വരും. എന്തായാലും നമ്മൾക്ക് അടുത്ത യാത്രകളിലേക്ക് പോകാം. കാഴ്ചയൊക്കെ നല്ല രസമെന്നാണ് റിച്ചു പറയുന്നത്. അതുപോലെ റിച്ചു കാണുന്നത് പോലെ തന്നെ നമ്മളും ഈ ഇടങ്ങളൊക്കെ നമുക്കും പുതു ഇടങ്ങളാണ്. എന്തായാലും അല്പം ചരിത്രവുമായിട്ട് മുന്നോട്ട് പോകാം. അംബർ ഫോർട്ട് എന്നും അമീർ കോട്ട എന്നും പേരുള്ള ഈ കോട്ടയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാഹനം എന്തായാലും കോട്ടയ്ക്കടുത്തേക്ക് പോയില്ല. അപ്പോൾ നമ്മൾ ജീപ്പ് ഹയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ 2 ജീപ്പിലായിട്ടാണ് നമ്മുടെ കോട്ടയിലേക്കുള്ള യാത്ര. രജപുത്ര വാസ്തുകല അത് നമ്മൾ വാക്കിലൂടെ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല, കണ്ടു തന്നെ അറിയണം. മീനാസ് എന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ഈ പ്രദേശം. പിന്നീട് രജപുത്ര ഇവിടം കീഴടക്കുകയാണ്. ഇനി നമുക്ക് അല്പം സംഗീതം ആസ്വദിച്ചാലോ. രാവണ ഹത്ത എന്ന ഒരു സംഗീത ഉപകരണമാണ് ഇവിടെ പലരും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംഗീതത്തിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് രാവണൻ എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഈ ഉപകരണത്തിനും അത്തരമൊരു പേര് അവർ കൊടുത്തത്. അങ്ങനെ നമ്മൾ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയാണ് കാണാൻ പോകുന്ന പൂരം. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കണ്ടു തന്നെ അറിയണം. അംബാമാത ദേവി, അതായത് ദുർഗാദേവിയുടെ പേരിലാണ് ഈ അംബർ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. രാജ മാൻസിങ്ങിൻ്റെ ഭരണകാലത്താണ് ഈ കോട്ടയുടെ പണി ആരംഭിച്ചത്. ഇദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ സൈന്യത്തിലെ പ്രധാന ജനറലായിരുന്നു. മിർസ് രാജ ജയ്സിംഗ്, അതുപോലെ സവായ് രാജ ജയ്സിംഗ് ഇവരൊക്കെയാണ് ഈ കോട്ടയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചത്. ഏകദേശം 150ഓളം വർഷമെടുത്താണ് ഈ കോട്ടയുടെ പണി പൂർത്തീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയുടെ മുകൾ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്ന മണൽക്കല്ലുകളാണ്. ഉൾഭാഗത്ത് തികച്ചും വ്യത്യസ്തമായ വെള്ള മാർബിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല തണുപ്പാണ്. കൊടുംചൂടിലും നല്ല തണുപ്പാണ് അകത്ത്. കോട്ടയുടെ പ്രധാന മുറ്റമായ ജലേബ് ചൗക്കിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഒരു ഗേറ്റ് ഉള്ളത്. അതിൻ്റെ പേര് സൂരജ് പോൾ അഥവാ സൺഗേറ്റ് എന്നാണ്. കാഴ്ചകളോടൊപ്പം നമ്മൾക്ക് കഥകളും കൂടി അറിഞ്ഞു പോയാലുള്ള അതിൻ്റെ ഒരു യാത്രയുടെ നമ്മൾക്ക് ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ഗൈഡിനെ ഹയർ ചെയ്യണം. അക്കാണുന്ന ഇടത്തെ ദിവാനിൻ ആം എന്നാണ് പറയുന്നത്. അവിടെയാണ് ദിവാനിരുന്നിട്ട് പൊതുജനങ്ങളുടെ ആവലാതികൾ കേൾക്കുന്ന സ്ഥലം. നമുക്കതിൻ്റെ കാഴ്ചകൾ വിശദമായിട്ടൊന്ന് കാണാം.
So that's the sitting area of Maharaja. ഇരിക്കുന്ന സ്ഥലം. So Maharaja they used to go chair and sit inside. Top of the pillar you see the ഈ സ്ഥലത്താണ് ആളുകൾ കൂടുതലായിട്ടും ഫോട്ടോഷൂട്ടിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കും അവിടെ നിന്നിട്ട് കുറച്ച് പിക്കുകളൊക്കെ എടുക്കണം. it's never ever affectable by sun and rain. So these are ഇത് ദിവാനിൻ ഖാസ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് രാജാവും വിദേശ പ്രതിനിധികളും ഒക്കെ രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്ന ഒരു ഇടമാണത്. ഇനി ഒരു ഉദ്യാന കാഴ്ചയാണ്. ഉദ്യാന കാഴ്ച എന്ന് വെച്ചാൽ അതിൻ്റെ ആ കാഴ്ചയേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണാടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അസാധ്യമായ കാഴ്ചകളാണ്. ഇത് നേരിൽ കണ്ടാലേ അതിൻ്റെ കാഴ്ചയുടെ ആ പൂർണ്ണ രൂപം നമുക്ക് വ്യക്തമാകും. അന്നത്തെ സ്ത്രീകൾക്ക് പുറം ലോകം എന്തെന്നറിയാത്ത ജീവിതമായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇവർക്ക് നക്ഷത്രങ്ങളെ കാണാൻ ഒരു നക്ഷത്ര സമൂഹം തന്നെ കൊട്ടാരത്തിനകത്ത് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അന്നത്തെ ഭരണാധികാരികൾ. ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം 1000 നക്ഷത്രങ്ങളായി പരിണമിക്കുന്ന അത്ഭുത കാഴ്ച. നമുക്ക് അതൊക്കെ ഗൈഡ് മൊബൈലിൻ്റെ ടോർച്ച് ഉപയോഗിച്ചാണ് കാണിച്ചു തരുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയേണ്ട ഒരു അപൂർവമായ കാഴ്ചയാണത്. എന്തായാലും കാഴ്ചകൾക്ക് ഇവിടെ യാതൊരു പഞ്ഞവുമില്ല. നമുക്ക് മേലേക്ക് കയറിപ്പോകാം. എന്തായാലും നമ്മളുടെ കയ്യും കാലും കണ്ണും മനസ്സും എല്ലാം ഒരുപോലെ വർത്തിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇത്തരം യാത്രകൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ആ ടോർച്ചിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ പോലെ മൊബൈലിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ആ സ്റ്റാറിൻ്റെ പ്രകാശം, നക്ഷത്രങ്ങളുടെ പ്രകാശം ഒന്ന് കാണാം. ഇതൊക്കെ കാണിച്ചാണ് അന്നത്തെ സ്ത്രീകളെ അവർ വശീകരിച്ച് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട എത്രയോ ചെറിയൊരു വെളിച്ചമാണ് മേലെ പ്രകാശിക്കുന്നത്. അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും തീരുന്നില്ല. കാഴ്ചകളെന്ന് വെച്ചാൽ അസാധ്യമായ കണ്ണിന് അത്ര ഒരു ചരിത്രമാണ്. ഒരു അന്നത്തെ ഒരു കാലഘട്ടം, രാജാക്കന്മാരുടെയൊക്കെ ജീവിത രീതികൾ, അവരുടെ ആർഭാടങ്ങൾ, അതൊക്കെ നമുക്ക് കാണാം. ഇത് രാജ്ഞിക്ക് കുളിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ മേലെ നിന്ന് രാജാവിന് വീക്ഷിക്കാം. ഈ കൊട്ടാരത്തെ ഷിഷ്മഹൽ പാലസ് എന്നാണ് പറയപ്പെടുന്നത്. 12 means 12 and Dari means window. Whenever queen had two problem, so she can go there and she's sitting according to apartment. You see three windows at the direction. So they go there and Maharaja they saw the queen and they coming down. They called to all wife and took the meeting. Why the problem? Okay. So they solved. സിനിമക്കാർക്ക് ഏറെ പ്രിയങ്കരമായ ഒരു ലൊക്കേഷനാണ് ഇവിടം. ഋത്വിക് റോഷനും ഐശ്വര്യയും തകർത്തഭിനയിച്ച സിനിമയാണല്ലോ ജോധ അക്ബർ. ആ സിനിമ ഈ കോട്ടയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. രൺബീർ സിംഗ്, ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര ഇവരൊക്കെ തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു ബാജിറാവു മസ്താനി. ഈ ചിത്രവും ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. Diya Kumari and current prince Padmini Rajmata. Now she is alive, but Bhavani Singh, the husband of Padmini, he passed away. ഇവിടുത്തെ രാജ്ഞിമാരുടെ അടുത്തേക്കൊക്കെ നിലവറയിലൂടെ രാജാവിന് ഏത് റൂമിലേക്കും 10-12 ഭാര്യമാരുണ്ട്. ഏത് റൂമിലേക്കും മറ്റുള്ള ഒരു സ്ത്രീയും കാണാതെ കടന്നു ചെല്ലാനുള്ള രഹസ്യ വഴികളാണ് ഈ കാണുന്നത്. രജപുത്ര രാജാക്കന്മാരും മുഗളന്മാരും ബദ്ധ ശത്രുക്കളായിരുന്നു. എന്നാൽ ബർമാൽ എന്ന രജപുത്ര രാജാവ് അക്ബറുമായി സഖ്യത്തിലാകാൻ തീരുമാനിച്ചു. ആ ഹൃദയബന്ധമാണ് കുടുംബ ബന്ധങ്ങളിലേക്കും അതോടൊപ്പം കോട്ടയെ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിച്ചതും. ഈ ഇടനാഴിയുടെ ഇരുവശത്തുമായിട്ട് ജയിലുകളാണ്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം.
ഈ കോട്ടയുടെ വിശേഷങ്ങളൊക്കെ നമ്മോട് ഇത്രയും നേരം പങ്കുവച്ചത് പിങ്കി എന്ന ഗൈഡാണ് നമ്മോടൊപ്പം ഉള്ളത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ കോട്ടയിൽ നിന്നും തൽക്കാലം നമ്മൾ വിടവാങ്ങുകയാണ്. അടുത്ത ഒത്തിരി കാഴ്ചകളുമായിട്ട് മറ്റൊരിടം.